നമുക്ക് ആലപ്പുഴ ഹരിപ്പാട്ടേക്ക് പോയ റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഡയാലിസിസ് രോഗികളുടെ മരണത്തിൽ അവിടെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ച് 3 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. താലൂക്ക് ആശുപത്രി ഇതുവരെ ഡയാലിസിസ് പുനരാരംഭിച്ചിട്ടുമില്ല. റിപ്പോർട്ട് വൈകാൻ കാരണം സാമ്പിളുകളുടെ ഫലം ലഭിക്കാത്തത് കൊണ്ടാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഡിസംബർ 29-നാണ് ഹരിപ്പാട് ഡയാലിസിസ് രോഗികൾ മരിച്ചത്. ശരത് SS ആണ് ചേരുന്നത്. ശരത്ത്, ഏതാണ്ട് 1 മാസം ആവുകയാണ്, എന്നിട്ടും ഇതിലൊരു നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഈ റിപ്പോർട്ട് നൽകിയിട്ടുമില്ല, അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല. ഈ ഡയാലിസിസ് നടപടികൾ വീണ്ടും തുടരാനുമായിട്ടില്ല. വിനീത, അത് തന്നെയാണ്. അതായത് എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതായിരുന്നു അന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറും ഒപ്പം ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെ ആ അന്വേഷണം ഈ 3 ആഴ്ച കഴിഞ്ഞിട്ടും എവിടെയും എത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നിലവിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡയാലിസിസ് സെന്റർ ഇതുവരെ തുറന്നു പ്രവർത്തിക്കാനും സാധിച്ചില്ല. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലുള്ള ഈ ഡയാലിസിസ് സെന്റർ തുറക്കാത്തതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഡയാലിസിസ് ചെയ്തു വന്നിരുന്ന മറ്റു രോഗികളൊക്കെ തന്നെ ഇപ്പോൾ മാവേലിക്കര അടക്കമുള്ള അധികം ദൂരം യാത്ര ചെയ്ത് ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യമാണ്. നിലവിൽ എന്തായാലും ഇത്തരം പ്രതിസന്ധികൾ ഇത്തരം ആളുകൾ നേരിടുന്നുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് പറയുന്നത് ഈ പരിശോധനാ ഫലം, അതായത് നേരത്തെ ചില സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ ഡയാലിസിസ് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെയായിരുന്നു പരിശോധനയ്ക്ക് അയച്ചത്. ഇത് കേരളത്തിനകത്തും പുറത്തുമായിട്ടായിരുന്നു പരിശോധനയ്ക്ക് അയച്ചത്. ഈ പരിശോധനാ ഫലം വരാത്തതാണ് തരത്തിൽ ഈ റിപ്പോർട്ട് നൽകാൻ വൈകുന്നതിന് കാരണമായി പറയുന്നത്. എന്നിരുന്നാലും 3 ആഴ്ച 1 മാസത്തോളമായിരിക്കുന്നു ഇപ്പോൾ എന്തായാലും ഈ സംഭവം നടന്നിട്ട് ഇതുവരെ ഇതിൽ റിപ്പോർട്ട് വരികയോ ഈ ഡയാലിസിസ് സെന്റർ തുറന്നു പ്രവർത്തിക്കുന്നതിലേക്കോ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയും. അത് തന്നെയാണ് വലിയ പ്രതിസന്ധിയാണ് അവിടെ ഹരിപ്പാട് ആശുപത്രിയിൽ അനുഭവിക്കുന്നത്. ശരത് SS ആണ് വിശദാംശങ്ങൾ നൽകിയത്.